ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള വാഴയില വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസ് ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ വാഴയൊക്കെ പൊളിച്ചിടുന്ന സമയത്ത് ഇതുപോലെയുള്ള നല്ല ഭാഗങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചീന്തി ഉണക്കിയെടുക്കുകയാണെങ്കിൽ പിന്നീടുള്ള സമയത്ത് നമുക്ക് നല്ലൊരു കയറായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ ഞങ്ങളൊക്കെ വിറകിനൊക്കെ പോയിരുന്ന സമയത്ത് വിറക് കെട്ടാനൊക്കെ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു വാഴനാര് വെച്ചിട്ടുള്ള കയറാണ് കേട്ടോ. നല്ല ഉറപ്പും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ലാസ്റ്റിങ്ങും ഉണ്ടാവും. നമ്മൾ ഉണക്കിയെടുത്താൽ ആവശ്യമുള്ള സമയത്ത് ഒന്ന് വെള്ളം നനച്ചെടുത്താൽ മാത്രം മതി. ഇനി രണ്ടാമത്തെ ഐഡിയയിലേക്ക് പോകാം. ഞാനിത് വെച്ചിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു കിടിലുമായിട്ടാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് അതിൻ്റെ ഒരു സൈഡ് ഈ ഒരു രീതിയിലൊന്ന് കീറിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഹാഫ് ഭാഗമാണ് കേട്ടോ കീറിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ ഒന്ന് കീറിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കീറിയെടുത്തിട്ടുള്ള അതേ ലെങ്ത്തിലും അതേ രീതിയിലും തന്നെയാണ് കീറിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അതിൻ്റെ രണ്ട് സൈഡും ഈ ഒരു രീതിയിൽ കീറിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല സൗണ്ട് കിട്ടും കേട്ടോ. നമ്മൾ ജസ്റ്റ് ആ ഒരു കീറിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ട് ഉണ്ടാവും. ആക്കി എടുക്കാനായാലും വളരെ എളുപ്പമാണ്, മക്കൾക്ക് അതൊരു നേരം പോക്കും ആവും. ഇനി ഞാനിതാ കുറച്ച് കുഞ്ഞു വാഴയിലയുടെ പീസുകൾ എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് കഴുകി അതിൽ നിന്ന് അഴുക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അത് ഓഫീസിലേക്കൊക്കെ പോകുന്ന ആളുകൾ അവർക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഉപകരിക്കുന്ന നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. പലപ്പോഴും പല ആളുകളും ഒന്നും രണ്ടും കറികളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അതെല്ലാം കൂടി കലർന്ന ആ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐഡിയ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. വാഴയില നമ്മൾ വാട്ടിയതുകൊണ്ട് തന്നെ ഏത് രീതിയിലും നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുഴഞ്ഞിട്ടാണ് ഉണ്ടാവുക, അതിനാണ് ഞാൻ വാട്ടിയെടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ നല്ല ചൂടോടുകൂടി പെരികളൊക്കെ ആക്കുന്ന സമയത്ത് ചൂടോടുകൂടി തന്നെ ഈ ഒരു ഇലയിലേക്ക് ഇട്ട് കൊടുത്താലും എല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് വാടി കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് വാട്ടിയെടുക്കുന്ന ആ ഒരു രീതിയിൽ വാടി കിട്ടില്ല. അത് ഇതുപോലെ തന്നെ ചെയ്താൽ മാത്രമേ നമുക്കത് അത്രത്തോളം വാടി കിട്ടുള്ളൂ. ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ലഞ്ച് ബോക്സ് ആണ്. ഇതിന് ഈ ഒരു ലിഡാണ് കേട്ടോ ഉള്ളത്. ഉപ്പേരികളായാലും ഫിഷ് ഫ്രൈ ആയാലും ഒക്കെ കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. ഇനി ഒന്നിൽ കൂടുതൽ കറികൾ കൊണ്ടുപോകുന്ന സമയത്ത് വേറൊരു പാത്രം കൂടി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഒന്നുകിൽ ബോട്ടിലോ അതല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ കുഞ്ഞു പാത്രം ഉണ്ട്, അത് ഏതെങ്കിലും ആണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ രണ്ട് കറികൾ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഭാഗത്തായിട്ട് ഫിഷ് ഫ്രൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ ഞാൻ ആക്കാൻ പോകുന്നത് ഉപ്പേരിയാണ് കേട്ടോ. ഇന്നിത്തണ്ടും മുതിരയും വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിതാ ഇതുപോലെ രണ്ട് വാഴയിൽ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫിഷ് വെച്ചിട്ടുള്ളതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളിതുപോലെ ലിഡിലൊന്ന് വെച്ച് കൊടുത്തിട്ട് അടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ തുറക്കുന്ന സമയത്തും അതൊട്ടും മിങ്കിളാവാതെ തന്നെ നമുക്ക് കിട്ടും. ഒന്നിൻ്റെയും ടേസ്റ്റ് കൂടി കലരാതെ ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി ചിലർക്കൊക്കെ സെപ്പറേറ്റ് ലിഡ് ഇല്ലാത്ത ലഞ്ച് ബോക്സ് ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐഡിയ ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാത്രത്തിൽ തന്നെ വാഴയില വാട്ടിയിട്ട് അതിൽ ഉപ്പേരി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചുവട്ടിലൊന്നും കൂടി കലരാതെ തന്നെ നമുക്ക് ഫുഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 99% ആളുകളും കുക്കിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നോൺ സ്റ്റിക്ക് പാനുകൾ. എന്നാൽ അതിൻ്റെ കോട്ടിങ് പോയി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നത് വളരെ അപകടമാണ്. അങ്ങനെയുള്ള നോൺ സ്റ്റിക്ക് പാനുകളിൽ നമുക്ക് രുചികരമായിട്ടും ഹെൽത്തി ആയിട്ടും ഒരു വാഴയിലയുടെ കുഞ്ഞു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫുഡുകൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാതെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ ഒരു കുഞ്ഞ് ഇലയുടെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കുഞ്ഞ് ഇലയിൽ നിന്ന് ഞാനിതുപോലെ 2-3 പീസുകളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കോട്ടിങ് പോയ നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ വാട്ടിയെടുത്തിട്ടുള്ള വാഴയില വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഒട്ടും അടി പിടിക്കാതെ കുറഞ്ഞ എണ്ണ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഇല പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരുപാട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ കുറച്ച് എണ്ണ മാത്രം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് എത്ര ഫിഷ് ഉണ്ടെങ്കിലും ഫ്രൈ ആക്കി എടുക്കാനായിട്ട്.
എന്നിട്ട് ഞാനിത് അതിലേക്ക് മസാല കൂട്ടി വെച്ചിട്ടുള്ള മീനുകൾ ഓരോന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വശം നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ വറുക്കുന്ന പോലെ കരിഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ നമുക്കാവില്ല, എന്നാലും നല്ല പോലെ വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ ഇതൊരു വശം ഒന്ന് കുക്കായി വരട്ടെ. ഈ ഒരു വശം കുക്കായി കിട്ടിയിട്ടുണ്ട്, ഞാനൊരു വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡും കൂടി നമുക്ക് കുക്കായി വരണം. ഇപ്പോൾ അതാ രണ്ട് വശവും നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു വെളിച്ചെണ്ണ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, വീണ്ടും ഞാൻ എണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നോൺ സ്റ്റിക്ക് പാനൊക്കെ കോട്ടിംഗ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മൾ വറുത്തെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു കുഞ്ഞു വാഴയിൽ എടുത്തിട്ടുണ്ട്, അതിൽ നല്ലപോലെ എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ചപ്പാത്തിക്ക് കുഴച്ച മാവുണ്ടല്ലോ അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഈ ഒരു ഇലയുടെ സെൻറ്റർ വശത്ത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 ഉരുളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ ഇലയുടെ ഭാഗം ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുത്തതിന് ശേഷം പ്ലേറ്റ് വെച്ചിട്ടൊന്ന് അമർത്തിയെടുക്കുകയാണ്. ആ ഒരു സമയത്ത് എനിക്ക് കറക്റ്റ് റൗണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള ഓരോന്നും ഞാനൊന്ന് അമർത്തിയെടുത്ത് വരാം. അപ്പോൾ രണ്ടാമത്തവും എനിക്ക് നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 4ഉം ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 എണ്ണം ഞാൻ മക്കൾക്ക് എണ്ണയൊക്കെ ആക്കി ചുട്ട് കൊടുക്കുമല്ലോ നമ്മൾ അട പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വലിയ ഇല എടുത്തിട്ട് അതിലും ഇതുപോലെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ചപ്പാത്തി നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് അതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇലയുടെ ഈ ഒരു വശത്തായിട്ട് ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു മാവ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ള 2 എണ്ണം കയ്യിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ഉരുട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ വെച്ചതിന് ശേഷം അത്യാവശ്യം വട്ടമുള്ളൊരു പ്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ പ്ലേറ്റ് വെച്ചിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് തന്നെ വേണം എടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ കിട്ടും. വീണ്ടും നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലേറെ വലിപ്പത്തിൽ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാട്ടോ ഈ ഒരു വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മെല്ലെ ഒന്ന് അടർത്തി മാറ്റാം. അപ്പോൾ ഓയിൽ തേച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഒട്ടും കീറാതെ നമുക്കിത് കിട്ടും. ഇനി ഒന്നുകൂടെ കുറച്ച് കട്ടിയുള്ളൊരു ഭാഗമുള്ളതുകൊണ്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന്. എന്നിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇനി ഇത് രണ്ടും ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മക്കൾ അല്ലാത്ത എണ്ണയില്ലാതെ നമ്മൾ ചുട്ടെടുക്കുന്ന ചപ്പാത്തി കഴിക്കില്ല, അതുകൊണ്ടാണ് എണ്ണയാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വശം ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് മറുവശം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഈ പ്രസ്സൊന്നും ഇല്ലാത്ത ആളുകൾക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും എത്ര നൈസായിട്ടും പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. തേങ്ങയും കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതൊന്നും ഇല്ലെങ്കിൽ സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെയും ചുട്ടെടുക്കാം. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ആ പാനിൽ എണ്ണ യൂസ് ചെയ്യാണ്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ എനിക്കിതാ ഒന്നാമത്തത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തതും ഇതേ രീതിയിൽ തന്നെ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വാഴയില ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇനിയും ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. Thank you. Thanks for watching.